അല്ലാതെ ഈ ഒറ്റ കയ്യിൽ ഒടുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണം കേട്ടോ. അല്ലാതെ ഈ കുടുംബം ഉണ്ടാക്കിയിട്ട് ഇതിൽ എനിക്ക് മതിയായി എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നും ശരിയായ കാര്യമല്ല. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒരു പെണ്ണ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആ കുടുംബം വലിയ ലെവലിലേക്ക് എത്തിപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികൾ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ നിങ്ങൾക്ക് ഒരു കുടിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ചെറിയ കഥയിൽ മാത്രം പറയുന്നത് ഞാൻ നിർത്താം അല്ലേ? ഒരു കോഴിയുടെ കുറേ മുട്ടയുണ്ട് കേട്ടോ. കോഴി അല്ലേ? നിങ്ങൾ കോഴി ഉണ്ടാവും അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? അല്ലെ ചിക്കൻ കറി മാത്രമാണോ കാരണം? ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട്. ആ മുട്ടയോട് പരുന്തിന്റെ മുട്ടയും കൂടി വെച്ച് അടവച്ച് ആ കോഴി അല്ലേ കുഞ്ഞിനോട് ഈ പരുന്തിന്റെ കുഞ്ഞും അങ്ങ് മുട്ടയിൽ വിരിഞ്ഞു വന്നു. അപ്പൊ ഈ പരുന്തിന്റെ കുഞ്ഞ് വലുതായിട്ട് ഈ പരുന്തിന്റെ കുഞ്ഞ് ഒരു ദിവസം ആകാശം നോക്കുമ്പോൾ ആകാശത്തിൽ ഒരു വലിയ പറവ അങ്ങ് പറന്ന് പോവാ കേട്ടോ. അപ്പൊ ഈ പരുന്തിന്റെ കുഞ്ഞ് എന്താ വിചാരിക്കുന്നു? എന്താണ് ആ പരുന്തിന്റെ കുഞ്ഞിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കും ഇതുപോലെ പറക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് അല്ലേ എന്ന് പറഞ്ഞ് ഈ പരുന്തിന്റെ കുഞ്ഞ് എന്നാ പറയുന്നു, എനിക്കും ആ മേലിലെ ആകാശത്തിൽ പറക്കുന്ന ആ പക്ഷിയെ പോലെ എനിക്ക് പറക്കാൻ ആഗ്രഹമുണ്ട്. ആ മേലിൽ പറക്കുന്ന പക്ഷി ഏതായിരുന്നു? ആയിരിക്കും. നമ്മൾ അങ്ങ് ഒടുങ്ങിപ്പോകും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം അവിടെ കിടക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്കും ആ പ്രതീക്ഷയോ ഇനി ഉയർന്നു പറക്കാം എന്നുള്ള പ്രതീക്ഷയോ ഇല്ലാതെ അവരങ്ങ് നഷ്ടപ്പെട്ട് അങ്ങ് കിടക്കും. അപ്പൊ ഒരു പരമ്പരയായിട്ട് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ്? നല്ല ധൈര്യം, മനോധൈര്യം വേണം. എന്ത് കാര്യം വന്നാലും നമുക്ക് ജീവിക്കാം, അതിജീവിക്കാം. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നോക്കാം. ഇന്ന് എനിക്ക് ശക്തി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നാളെ തീർച്ചയായിട്ടും എനിക്കൊരു ശക്തി കിട്ടും അല്ലേ എന്ന് നാളെ എന്ന് നോക്കി നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ ഭക്ഷണമില്ല എന്ന് കഴിക്കുകയാണെങ്കിൽ അപ്പൊ ഈ അമ്മമാര് ധൈര്യമായിട്ട് ഇരിക്കുക. അമ്മമാർ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്ത് വന്നാലും നമുക്ക് നേരിടാം അല്ലേ? ജീവിതം എന്തെങ്കിലും ഒരു ദിവസം അവസാനിക്കും, പക്ഷെ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. അതിന് നമ്മളത് ജീവിച്ച് തന്നെ കാണിക്കണം. കാരണം നമ്മളെ നാണം കെടുത്തുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ തിരിച്ച് നാണം കെടുത്തണം ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ജീവിച്ച് കാണിക്കണം അല്ലേ? ആ ജീവിതം കാണിച്ച് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആത്മാർത്ഥത അല്ലേ? സൂസൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് സൂസൈഡിന്റെ എണ്ണങ്ങളാ. എന്താണ്? ലോകത്തിലൊന്നും ഇല്ലാത്തതാണോ? ഒരു അവസരം ഇല്ലാത്തതാണോ? ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇത് മതിയാക്കി പോവാ. അപ്പൊ ഈ വീട്ടിൽ ഒരു അമ്മ സൂസൈഡ് ചെയ്യുമ്പോ ഈ കുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ഇനി എല്ലാത്തിനും അവസാനം എന്റെ അമ്മയെ പോലെ ഞാൻ ചെയ്യാം. പച്ചക്കറി കൊണ്ടുവരുന്നയാള് അല്ലെങ്കിൽ ആ കടയിൽ ഇതുണ്ടോ, ഈ കടയിൽ ഇതുണ്ടോ, ഈ സാരി നല്ലതാണ്, ചേച്ചി ഇട്ടിരിക്കുന്ന കമ്മൽ നല്ലതാണ് അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇപ്പോ എല്ലാം ഒതുങ്ങി നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ലോകം ഭയങ്കര വലുതാണെന്ന്. പക്ഷെ ഈ ഒറ്റ കുഞ്ഞു സാധനമാണ് നമ്മുടെ സമയം മൊത്തം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മാറി ജീവിക്കാനുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ വരണം. ഇതുകൊണ്ടാണ് ഈ കുടുംബം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ കുടുംബം നഷ്ടപ്പെടുമ്പോൾ ഇതിന് ഏറ്റവും വലിയ ബാധിപ്പ് ഉണ്ടാകുന്ന ആർക്കാ? ഭർത്താവിനാണോ? ഇല്ലേ? പിന്നെ നമുക്കാണോ? ഇല്ല, നമുക്കല്ല. നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. കുട്ടികൾക്കാണ്, തീർച്ചയായിട്ട് കുട്ടികൾക്കാണ് ഈ ഭാവി നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണ്. അപ്പൊ ഒരു അമ്മ ആണ് ആ കുടുംബത്തിൽ വലിയ ഒരു അച്ചാണി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നട്ടമായിട്ട് ഇരിക്കുന്നത് അമ്മയാണ്. ഇതിൽ എത്ര ഇപ്പൊ ഞാനൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ അമ്മ ഭയങ്കര ധൈര്യശാലിയാണ്, ഭയങ്കരമായിട്ട് ധൈര്യമാണ്. അപ്പോ അച്ഛൻ എത്ര കാര്യം ഉണ്ടായിട്ടും, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥരിലായിരുന്നു, പക്ഷെ അച്ഛൻ എത്ര കാര്യം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ പൈസയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത് ആരായിരുന്നു? ആട് കെട്ടി തെളിച്ചു പോകുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ. അപ്പൊ മക്കൾ എന്താ വിചാരിക്കുന്നതിനാൽ ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അവർക്കും അതേ ഉള്ളു വഴി. അമ്മ ഏത് വഴിയാണ് പോകുന്നത് അതുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ പോകാൻ പാടില്ല. കാരണം ജീവിതം ബുദ്ധിമുട്ടാണ്. ഇവിടെ കുടിയിലിരിക്കുന്ന ഒരാൾക്കും തിരുവനന്തപുരത്തിലിരിക്കുന്ന എനിക്കായാലും എല്ലാവർക്കും
ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ അങ്ങ് അതിജീവിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ധൈര്യം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വരും. ധൈര്യം വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അമ്മയായിട്ട് നിങ്ങൾ എല്ലാവർക്കും ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം. അതായത് ഒരുപാട് കഷ്ടങ്ങളുണ്ട്, കഷ്ടമില്ലാത്തവർ ഈ ലോകത്തിൽ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ അവിടെ?